ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വറവിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇന്ന് നമുക്കൊരു ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ട് ഒരു വറവ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ് വേണം, ബീട്രൂട്ട്, ഒരു ഉള്ളി, കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പ്, കടുക്, പിന്നെ തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയിട്ടുള്ള ഒരു വറവിന് വേണ്ടുന്ന സാധനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. എല്ലാ പച്ചക്കറികളും അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ പച്ചക്കറിയെല്ലാം വറവിൻ്റെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ബീട്രൂട്ട് ഈ ഒരു കനത്തിൽ മുറിച്ചാൽ മതി കേട്ടോ, അത്രയും പ്രശ്നമില്ല. ക്യാരറ്റ് ആയാലും ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് മിക്സീൻ്റെ ജാറില്ലേ, ചെറിയ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. രണ്ടും ഒരുമിച്ച് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ഈ വിപ്പിംഗ് ബട്ടൺ ഇല്ലേ, യെല്ലോ കളർ ബട്ടൺ, വിപ്പ് ചെയ്ത് നമ്മൾ ചമ്മന്തിയെല്ലാം ഇറക്കുമ്പം ചെയ്യുന്നില്ലേ, അതുപോലെ നമുക്ക് എല്ലാം ഈ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയിട്ട് വിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആദ്യം ഞാനിതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാനിതിവിടെ ഫസ്റ്റ് ട്രിപ്പ് വിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ പൊടി പോലെ കിട്ടും കേട്ടോ, നല്ല ഫൈനായിട്ട് കിട്ടും. നമ്മൾ ഈ ചോപ്പറിൽ ഉപയോഗിച്ചിട്ട് ആക്കുന്നതാണെങ്കിൽ നമുക്ക് ചോപ്പറിലും കഴുകാനും പണിയല്ലേ. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അത് കണ്ട പൊടി പോലെ വിപ്പ് ചെയ്തെടുക്കാനേ പാടില്ലേ. ഇങ്ങനെ ശരിക്കും നമ്മൾ തേങ്ങയിൽ അരക്കുന്നത് പോലെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരക്കാനേ പാടില്ല. ജസ്റ്റ് നമ്മൾ ചമ്മന്തി അരക്കുമ്പോൾ എങ്ങനെയാണ് ചമ്മന്തി അരക്കുമ്പോൾ എങ്ങനെയാണ് അരക്കല്, ഇങ്ങനെ വിപ്പ് ചെയ്ത് പോകുമല്ലേ ചെയ്യാം. ഇതുപോലത്തെ മിക്സിയാണ്. ഇതിൻ്റെ അകത്തൊരു യെല്ലോ കളർ ബട്ടൺ കാണും. അല്ലാത്തതാണെങ്കിൽ ബാക്കോട്ട് അടിച്ചടിച്ച് ആണ് നമ്മൾ ചമ്മന്തിയിൽ അരച്ചെടുക്കുക അല്ലേ, അതുപോലെ വിപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ എല്ലാ ക്യാരറ്റും ബീട്രൂട്ടും മിക്സിയിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഫുൾ അടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ എടുത്ത എല്ലാ ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായിട്ട് വിപ്പ് ചെയ്ത് മാറ്റി, ചെറുതായി ഫൈനായിട്ട് കേട്ടോ ചോപ്പ് ചെയ്ത്. നമ്മൾ കത്തിനെ കൊണ്ട് മുറിച്ചാൽ എന്തായാലും ഇതുപോലെ കിട്ടൂല. ചോപ്പറാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല ഇതായിട്ട് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും, എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ ടൈം അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണ്ടേ. ഇതാകുമ്പോൾ ജസ്റ്റ് ഇനി വറവിലേക്ക് ഇടുകയേ വേണ്ടു. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറവാക്കി മാറ്റാം. അതിന് തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏത് പാത്രമാണോ നമ്മൾ വറവിനായിട്ട് ആക്കാൻ എടുക്കുന്നത് ആ പാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ട്, നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി, ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഇത്രയും സാധനങ്ങൾ, ഉള്ളിയും ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാ പച്ചക്കറി, ഇഞ്ചിയും വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില, ഇത്രയും സാധനം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കേട്ടോ, ഇത്രപ്പുറം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിൻ്റെ ഒരു പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
ഈസി അല്ലേ, ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വറവാണ്. ഹെൽത്തിയാണ്, കുട്ടികൾക്കെല്ലാം കൊടുക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റെല്ലാം വീക്കിലി നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കണം, ഹെൽത്തിന് നല്ലതാണ്. ഇവിടെ എൻ്റെ മോന് ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ വറവ്. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ നിന്ന് അടിച്ചു വെച്ച ക്യാരറ്റും ബീട്രൂട്ടും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തീ സിമ്മിലിട്ടോ കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന്, വറവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കൂടിക്കൊണ്ടേട്ടാ, കുറച്ചിട്ട് നോക്കിയിട്ട് പിന്നീടാം. നമുക്ക് ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. എനിക്കധികം പറ്റിപ്പോലുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് കുറവ് കണ്ടിട്ട് ഇട്ടുപോയാൽ പിന്നെ അത് കൂടുതൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാനെന്ത് ചെയ്യലെന്ന് വെച്ചാൽ കുറഞ്ഞാൽ പിന്നെ കൂട്ടാൻ നിൽക്കലില്ല. ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ എന്നുണ്ടെങ്കിൽ അങ്ങ് പോകും. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരുടെയും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബീട്രൂട്ടിന് അത്യാവശ്യം വേവുണ്ട്. നിങ്ങൾക്ക് ഇത് നല്ലോണം കുക്കായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതിൽ തന്നെ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടച്ച് വെച്ചിട്ട് വേവിക്കൽ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എന്തായാലും വറവല്ലേ, തേങ്ങ വേണം. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയിടുക കേട്ടോ. നമ്മളെ വറവ് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നാലും നമ്മൾ വറവ് റെഡിയാണ് കേട്ടോ. ഈസി അല്ലേ വറവാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും ആൾക്കാർ, എന്നാലും ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കണ്ട, ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നല്ലോണം പച്ചക്കറി കുക്ക് ആകാണ്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ വെള്ളം ഒഴിക്കണമെന്നില്ല. വെച്ചാൽ അതിൻ്റെ ആവിയിൽ തന്നെ ചെറുതായിട്ട് വെള്ളം വന്ന് അങ്ങനെ വേവും. അല്ലാത്തവർക്ക് കുറച്ച് ആ പച്ചക്കറീൻ്റെ പച്ചച്ചോയ ഇഷ്ടമല്ലാത്തവർക്ക് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം വറ്റുമ്പോഴേക്ക് അത് നോക്കി നമ്മൾ എടുക്കുന്ന പച്ചക്കറി അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം വറ്റുമ്പോഴേക്ക് നമ്മളെ വറവ് റെഡി ആയിരിക്കും. ടേസ്റ്റി ആൻഡ് യമ്മിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കുക. നമുക്കിനി ഇത് നല്ലോണം വെള്ളമെല്ലാം വറ്റി ഇതായിട്ട് ഡ്രൈ ആയിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. ഇത് നമ്മളെ വറവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ, കളറ്. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള വറവെല്ലാം കുട്ടിക്ക് കൊടുക്കുമ്പോൾ നല്ലോണം ഇഷ്ടമാവും കേട്ടോ. കണ്ട, വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ നമ്മളെ ക്യാരറ്റും ബീട്രൂട്ടും ഉള്ള മിക്സ്ഡ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.